എല്ലാവർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് 7th ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ പഠിച്ചായിരുന്നു അല്ലേ? ഏതായിരുന്നു? ലേഷാലിയർ പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ലേഷാലിയർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്ന് കണ്ടായിരുന്നു അല്ലേ? കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, അതനുസരിച്ചിട്ടാണ് വേരിയേഷൻ, ഇക്വിലിബ്രിയത്തിന് വേരിയേഷൻ ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചോണം. ദെൻ പിന്നെ നമ്മൾ ഒരു കാര്യം പഠിച്ചായിരുന്നു ഇതല്ലേ, കോൺസെൻട്രേഷൻ അല്ലേ, ഗാഢത എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഏതൊക്കെ രീതിയിലാണ് അവിടെ ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. ആരെങ്കിലും കാണാത്തതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണുക കേട്ടോ. അതിനുശേഷം മാത്രം നിങ്ങളിത് കണ്ടിന്യൂ ചെയ്ത് പോവുക. കാരണം കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ എന്താണ് സന്തുലനാവസ്ഥയെ സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഇനി അടുത്തൊരു ഫാക്ടറാണ്, അടുത്തേതാണ് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? പ്രഷറും അതുപോലെ തന്നെ കെമിക്കൽ ഇക്വിലിബ്രിയവും. അപ്പൊ നമുക്ക് നോക്കാം, പ്രഷർ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം, അതായത് സന്തുലനാവസ്ഥയും എന്താണ് മർദ്ദവും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ അത് മർദ്ദം എങ്ങനെയാണ് സന്തുലനാവസ്ഥയെ റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ കണ്ട ഇക്വേഷൻ തന്നെയാണ് അല്ലേ? നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഉണ്ടാകുന്ന ഇക്വേഷൻ ആണ് കേട്ടോ. അത് ഇക്വേഷൻ നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചിട്ട് ഇപ്പൊ കുറെ പ്രാവശ്യം നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ഓൾറെഡി പഠിച്ചു വെക്കുക. N2 + H2 ഗീവ്സ് NH3 ആണ്. ബാലൻസ് ചെയ്യുമ്പം 3H2 വരും, അതുപോലെ 2NH3 വരും. ഞാൻ നോക്കിയാൽ ഇവിടെ എല്ലാം ബ്രാക്കറ്റ് ഒരു സംഭവം ഇട്ടിരിക്കുന്നുണ്ട്. എന്താണ്? ജി എന്നിട്ട് ജി എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഗ്യാസിനെയാണ് അല്ലേ? നമുക്കറിയാം നൈട്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, അമോണിയ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗ്യാസ് തന്നെയാണ് അല്ലേ? അപ്പൊ അമോണിയയുടെ ഇക്വേഷൻ ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കി ഇവിടെ റിയാക്റ്റൻസും പ്രൊഡക്റ്റും ഏത് സ്റ്റേജിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? നൈട്രജനും ഹൈഡ്രജനും. അത് ഏതാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. പ്രൊഡക്റ്റ് ഏത് തന്നെയാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ് അല്ലേ? അപ്പം ഇവിടെ റിയാക്റ്റൻസും പ്രൊഡക്റ്റും എക്സിസ്റ്റ് ചെയ്യുന്ന ഏത് സ്റ്റേറ്റ് ആണ്? ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടല്ലോ. ഇൻ വിച്ച് സ്റ്റേറ്റ് ഡു ദ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്റ്റ് എക്സിസ്റ്റ്? റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും എക്സിസ്റ്റ് ചെയ്യുന്ന ഏത് സ്റ്റേറ്റ് ആണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ് അല്ലേ? നമുക്ക് എന്ത് പറയാം? ഗേഷ്യസ് സ്റ്റേറ്റിലാന്ന് പറയാം. അതായത് വാതകാവസ്ഥയിൽ അല്ലേ? വാതകാവസ്ഥയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഫിസിക്കൽ സ്റ്റേറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പ്രഷർ? ഏത് ഫിസിക്കൽ സ്റ്റേറ്റ് ആയിരിക്കാം പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഗേഷ്യസ് സ്റ്റേറ്റ് തന്നെയാണല്ലേ. നമുക്കറിയാം വാതാവസ്ഥയിലായിരിക്കുമ്പോൾ പ്രഷർ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ മുന്നത്തെയൊക്കെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്താണല്ലേ. പ്രഷറും വോളിയം എങ്ങനെയൊക്കെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിൻ്റെ കേസിൽ ഇല്ലേ? അപ്പോൾ ഏതാണ് ഇവിടെ? ഗേഷ്യസ് സ്റ്റേറ്റ് തന്നെയാണ് പ്രഷറിനെ പ്രധാനമായിട്ടോടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് എഴുതാം അല്ലേ? അപ്പം പ്രഷറും അത് മാത്രമല്ല, എന്താണ് വോളിയത്തിനും വ്യത്യാസം വരും. ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ പ്രഷർ കൂടുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ എന്താണ് വോളിയത്തിന് വ്യത്യാസം വരുന്നുണ്ടോ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഒരു ലോ എന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ അതൊക്കെ ഓൾറെഡി കണ്ട കാര്യമാണ്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഒന്ന് അടിച്ച് പോകുക കേട്ടോ. അതായത് 4ാമത്തെ ചാപ്റ്റർ നമ്മൾ ബോയ്സ് ലോയും ഗ്യാസ് ലോസും ഒക്കെ പഠിച്ചതാണ്. പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷനൊക്കെ കണ്ടതല്ലേ? അപ്പം ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കെമിക്കൽ ഇക്വിലിബ്രിയവും പ്രഷറും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അമോണിയയുടെ നിർമ്മാണത്തിൽ എന്താണ് നമ്മൾ കണ്ടത്? റിയാക്റ്റൻസും പ്രൊഡക്ട്സും ഏത് സ്റ്റേജിലാണ്? ഗേഷ്യസ് സ്റ്റേജിലാണ്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കിയാൽ നമുക്ക് ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഈ ടേബിൾ കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. നോക്കാം. ഹൗ മെനി മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് ആർ പ്രസൻറ്റ്? റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ്, അതായത് എത്ര മോൾ അഭികാരക തന്മാത്രകളുണ്ട്? അതേ നോക്കിയേ, ഇവിടെ നോക്കിയേ റിയാക്റ്റൻസ് എവിടെയാണ്? നൈട്രജൻ ഇവിടെ ഏതാണ്? 1 ആണ് അല്ലേ? ഹൈഡ്രജൻ 3 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? ടോട്ടൽ റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് എത്രയാണ് വരുന്നത്? 4 ആണ് വരുന്നത്. ശരിയാണല്ലോ. ഇനി ഹൗ മെനി മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ആർ പ്രസൻസ്? പ്രൊഡക്റ്റ് എത്ര മോൾ ഉൽപ്പന്ന തന്മാത്രകൾ അവിടെയുണ്ട്? എത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്? അതെ 2 അല്ലേ? അമോണിയ എന്ന് പറയുമ്പോൾ 2 മോൾ അമോണിയാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഫോർവേഡ് റിയാക്ഷൻ, അതായത് പുരോപ്രവർത്തനത്തിൽ നടക്കുന്ന മാറ്റം. പുരോപ്രവർത്തനം നമുക്കറിയാം, ഇതാണ് പുരോപ്രവർത്തനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് നമുക്കറിയാം. നോക്കാം. അപ്പം ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതാ നോക്കിയേ, ഫോർവേഡ് റിയാക്ഷൻ എന്ത് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്? ഇവിടെ എത്രയാണ്? റിയാക്റ്റൻസ് എത്രയാണ്? 4 എണ്ണമാണ് അല്ലേ? 4 എണ്ണം ഇല്ലേ? 4 മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? 2 മോളിക്യൂള് പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ആയി മാറുന്നില്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 4 മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് റിയാക്ട് ടു ഫോം എത്രയാണ്? 2 മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ്.
ശരിയാണല്ലോ. അതുപോലെ തന്നെ ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ബാക്ക്വേർഡ് റിയാക്ഷൻ, പശ്ചാത് പ്രവർത്തനം ഇല്ലേ, തിരിച്ചു നടക്കുന്ന ആ പ്രവർത്തനം ഉണ്ടല്ലോ, അവിടെ നടക്കുന്ന ചേഞ്ചസ് എങ്ങനെയാണ് നമുക്ക് പറയാമല്ലോ. എങ്ങനെയാണ്? 2 മോൾ അല്ലേ, 2 മോൾസ് ഓഫ് പ്രൊഡക്റ്റ് ആണ് അല്ലേ, അത് ഡീകമ്പോസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, വിഘടിച്ചിട്ട് ഇല്ലേ, വിഘടിച്ചിട്ട് എത്ര മോൾസ് ആവുന്നുണ്ട് റിയാക്റ്റന്റ്? അതാ നോക്കിയേ 4 ഇല്ലേ, 4 അഭികാര തന്മാത്രകളാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 മോൾ അല്ലേ, 2 മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ്. നോക്കുക കേട്ടോ, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. 2 മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ഡീകമ്പോസ് ചെയ്യുന്നിട്ട് എത്രയാണ്? 4 ഇല്ലേ, 4 മോൾസ് ഓഫ് റിയാക്റ്റന്റ് മോളിക്യൂൾസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ വോളിയത്തിന്റെ കേസ് എങ്ങനെയായിരിക്കും ഇവിടെ വരുന്നത്? നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ നടക്കുക ഇല്ലേ, ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റിയാക്റ്റന്റിന്റെ അവിടെയല്ലേ നമ്പർ ഓഫ് മോൾസ് കൂടുതൽ ഇല്ലേ, നമ്പർ ഓഫ് മോൾസ് കൂടുതൽ എങ്ങനെയാണ്? റിയാക്റ്റന്റ് ഇവിടെയാണ്, പ്രൊഡക്റ്റിന് ഇവിടെ വരുമ്പോൾ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ്? കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ വോളിയം എങ്ങനെയായിരിക്കും ഈ ഒരു കേസിൽ വരുമ്പോൾ? വോളിയം നമുക്ക് എങ്ങനെ അറിയാം? വോളിയം ഡിക്രീസസ് എന്ന് പറയാമല്ലേ. ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ വോളിയം അവിടെ എങ്ങനെ ഡിക്രീസ് ചെയ്യുന്നു. തിരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുമ്പോഴോ ഇവിടെ 2 മോളായിരുന്നു, പിന്നെ എന്തായിട്ട് മാറുന്നുണ്ട്? 4 മോൾ വരുന്നുണ്ടല്ലേ. അപ്പം എന്ത് സംഭവിക്കുന്നുണ്ട്? വോളിയം എങ്ങനെയായിരിക്കും? വോളിയം ഇവിടെ എങ്ങനെയാണ്? കൂടുവായിരിക്കും ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ആ ഒരു കാര്യവും കൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ടേബിൾ ആക്കി. അപ്പം അതും നമുക്ക് നോക്കാം. എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ, ചേഞ്ച് ഇൻ വോളിയം ഇൻ ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷനിൽ വോളിയം എങ്ങനെയാണ്? ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് മോൾസ് റിലേറ്റ് ചെയ്ത് പറയണം കേട്ടോ. 4 ആയിരുന്നു നമ്പർ ഓഫ് മോൾസ്, അത് എന്തായിട്ട് മാറുന്നുണ്ട്? 2 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ എന്താണ്? വോളിയം അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? വോളിയം അവിടെ ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. വോളിയം ഡിക്രീസസ് എന്ന് പറയാം. ശരിയല്ലേ? ഇനി ചേഞ്ച് ഇൻ വോളിയം ഇൻ ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ ആകുമ്പോൾ 2 മോളായിരുന്നു, അതെങ്ങനെയാണ്? 4 മോൾ അല്ലേ, റിയാക്റ്റന്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം എന്താണ്? അവിടെ വോളിയത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? വോളിയം അവിടെ ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ പറയാണ്. ഫിക്സഡ് വോളിയം ആണെന്ന് വിചാരിച്ചു, വോളിയം സെയിം ആണ്, വോളിയത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അങ്ങനെ ഒരു കേസ് വരുവാണെന്നുണ്ടെങ്കിൽ കേട്ടോ, അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ തന്മാത്രകളുടെ എണ്ണം കൂട്ടിയാൽ പ്രഷറിന് എന്തായിരിക്കും സംഭവിക്കുന്നത്? ആലോചിച്ച് നോക്കിയേ. വോളിയം കോൺസ്റ്റന്റ് ആണ് അല്ലേ, വോളിയം 2 സ്ഥലത്തെയും, റിയാക്റ്റന്റിന്റെ സൈഡിലെയും പ്രൊഡക്റ്റിന്റെ സൈഡിലെയും അതാ നോക്കുക, റിയാക്റ്റന്റും പ്രൊഡക്റ്റും ഇവിടെ 2 സ്ഥലത്തും എന്താണ്? വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിച്ചു. വോളിയം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് നമ്മൾ കൂട്ടുക. മനസ്സിലാവുന്നുണ്ടോ? വോളിയം കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് മോൾസ് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ പ്രഷറിന് അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് കൂട്ടി കഴിയുമ്പം പ്രഷറിന് എന്ത് സംഭവിക്കും? പ്രഷർ അവിടെ എന്താണ്? ഇൻക്രീസ് ചെയ്യും. പ്രഷർ അവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഫിക്സഡ് വോളിയം ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഫിക്സഡ് വോളിയം ആണ്. നമുക്കിത് ഓൾറെഡി അറിയാവുന്ന കാര്യമല്ലേ. ഫിക്സഡ് വോളിയം ആണ്, നമ്പർ ഓഫ് മോൾസ് കൂട്ടിക്കഴിഞ്ഞാൽ പ്രഷർ അവിടെ കൂടുവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇതാ നോക്കിയേ, വെൻ ദ പ്രഷർ ഓഫ് എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ഈസ് ഇൻക്രീസ്ഡ്. മനസ്സിലാവുന്നു? ഇക്വിലിബ്രിയത്തിരിക്കുന്ന ഒരു സിസ്റ്റം, അപ്പൊ എന്താണ്? അവിടുത്തെ പ്രഷർ കൂട്ടിയാൽ, ഇക്വിലിബ്രിയത്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ പ്രഷർ കൂട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത്? സിസ്റ്റം വിൽ ട്രൈ ടു അറ്റൈൻ ഇക്വിലിബ്രിയം ബൈ റെഡ്യൂസിങ് ദ പ്രഷർ. ഇല്ല, അത് ഇക്വിലിബ്രിയം എത്തണമെന്നുണ്ടെങ്കിൽ എന്താണ്? പ്രഷർ കുറയ്ക്കും, പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കും. അതെങ്ങനെയാണ് പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കുന്നത്? ബൈ ഇൻക്രീസിങ് ദ റിയാക്ഷൻ ഇൻ ദ ഡയറക്ഷൻ വേർ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ മോളിക്യൂൾ ഡിക്രീസസ്. അതായത് തന്മാത്രകളുടെ മോളെണ്ണം കുറയുന്ന ദിശയിലേക്ക് കൂടുതൽ പ്രവർത്തനം നടത്തും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്കറിയാം കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, ഇത് 3 കോൺസ്റ്റന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു ഇല്ലേ. പ്രഷർ ഇല്ലേ, ഒരു സിസ്റ്റത്തിലെ പ്രഷർ നമുക്ക് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രഷർ കൂട്ടുവാന്ന് വിചാരിച്ചു. പ്രഷർ കൂട്ടിയാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അതെങ്ങനെയാണ്? പ്രഷർ കുറച്ച് വീണ്ടും ഇക്വിലിബ്രിയത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കും ഇല്ലേ. ഇക്വിലിബ്രിയത്തിലാക്കണമല്ലോ, കോൺസ്റ്റന്റ് പ്രഷറിലായിരിക്കണമല്ലോ, ഇക്വിലിബ്രിയത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ശ്രമിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? തന്മാത്രകളുടെ മോളെണ്ണം കുറയുന്ന ദിശയിലേക്ക്. നമ്മൾ കണ്ടില്ല, നമ്മുടെ ഏതാണ് N2 + 3H2 ഇല്ലേ, 3H2 ഗീവ്സ് ഇല്ലേ, ഇങ്ങനെയല്ലേ 2NH3 ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ പ്രഷർ കൂട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയം പറഞ്ഞു. പ്രഷർ കൂട്ടുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഇക്വിലിബ്രിയം പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? മോളെണ്ണം കുറയുന്ന ദിശയിലേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെയല്ല വരുന്നത് അല്ലേ, ഫോർവേഡ് റിയാക്ഷൻ ആണ്. മോളെണ്ണം കുറയുന്ന ദിശയാണ് ഫോർവേഡ് റിയാക്ഷൻ. ആ ദിശയിലേക്ക് കൂടുതൽ പ്രവർത്തനം അവിടെ നടത്തും.
അപ്പോൾ പ്രഷർ കൂടുമ്പോൾ എന്താണ് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും അവിടെ കൂടുവാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ കൂടിയില്ലേ, പ്രൊഡക്റ്റിൻ്റെ എണ്ണം കൂടിയില്ലേ, പ്രൊഡക്റ്റ് എങ്ങനെയാണ്, പ്രൊഡക്റ്റ് അവിടെ ഇൻക്രീസ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇനി പ്രഷർ കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ, സിസ്റ്റം പ്രഷർ കുറയ്ക്കുവാണെങ്കിൽ എന്താണ് എന്ത് സംഭവിക്കുന്നുണ്ട്? ബാക്ക്വേർഡ് റിയാക്ഷൻ ഇല്ലേ, ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ എങ്ങനെയാണ്, കൂടും. പ്രഷർ കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടുവാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞ്. അപ്പം ഈ രീതിയിലാണ് ഇവിടെ ഇക്വിലിബ്രിയവും അതുപോലെ തന്നെ പ്രഷറും റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പ്രഷർ നമുക്ക് കോൺസ്റ്റന്റ് ആക്കി വെക്കണം. നമുക്ക് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇൻ കേസ് പ്രഷർ കൂട്ടുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ കൂടും. മനസ്സിലാവുന്നല്ലോ. അപ്പം ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഇല്ലേ, ഏതാന്ന് നോക്കിയാൽ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ ഇതിലേക്ക് റിയാക്ഷൻ അവിടെ നടത്തും. അപ്പം അങ്ങനെയാണ് അവിടെ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം അത് ഓർത്തിരിക്കുക. ഞാൻ അതിൻ്റെ നേരെ തിരിച്ചാണ് ഓർത്തിരിക്കുക. പ്രഷർ കുറയുവാണെന്നുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ കൂട്ടും. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ റിയാക്ഷൻ നടത്തിയാണ് അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് എന്താണ് പ്രഷർ ആൻഡ് ദ ഇക്വിലിബ്രിയം. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓർക്കേണ്ട പോയിന്റ് ഇതാണ് കേട്ടോ. പ്രഷർ കൂടുവാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയത്തിലേക്ക് സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടി ഫോർവേഡ് റിയാക്ഷൻ അല്ലേ, ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ കൂട്ടുവാണ് ചെയ്യുന്നത്. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഇല്ലേ, നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ ആ സൈഡിലേക്ക് കൂടുതൽ പ്രവർത്തനം നടത്തും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ടേബിൾ താഴെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നോക്കിയേ, നമ്പർ ഓഫ് മോളിക്യൂൾസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ തുടങ്ങുമ്പോൾ അല്ലേ എന്താണ്, രാസപ്രവർത്തനങ്ങളുടെ എണ്ണം എങ്ങനെയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റൻസ് മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കില്ല. റിയാക്ഷൻ തുടങ്ങുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റൻസ് മോളിക്യൂൾസ് കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ NH3യുടെ കാര്യം എടുക്കുകയാണെന്നുള്ളത് N2+ അല്ലേ, 3H2 ഗീസ് 2NH3 തന്നെ എടുക്കുകയാണെങ്കിൽ എന്താണ്, റിയാക്റ്റൻസ് ആയാലും എങ്ങനെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതലാണ്. ഇപ്പം NH3 അമോണിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 4 എന്ന് പറയാം ഇല്ല, അപ്പോൾ കൂടുതലായിരിക്കും. ദെൻ അവിടെ എങ്ങനെയാണ്? ഇൻക്രീസ് ദ പ്രഷർ. അവിടെ പ്രഷർ നമ്മൾ കൂട്ടുവാണ് ഇല്ലേ. പ്രഷർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇല്ലേ, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എന്താ, ഇത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എങ്ങനെയായിരിക്കും? കൂടും ഇല്ലേ. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ് എന്ന് പറയാം, കൂടും. റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ് സംഭവിക്കുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കുറയും എപ്പോഴാണ്? പ്രഷർ കൂടുമ്പോൾ. മനസ്സിലായല്ലോ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ഇപ്പം ഇങ്ങനെ നടക്കുമ്പോൾ അല്ലേ, പ്രൊഡക്റ്റ് മോളിക്യൂൾസ് എങ്ങനെയാണ്? അവിടെ കുറവായിരിക്കും അല്ലേ. പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ഇവിടെ കുറവായിരിക്കും. നമ്മൾ കണ്ടതല്ലേ, അതെ 2 അല്ലേ ഉള്ളൂ, റിയാക്റ്റൻസ് ഇവിടെ 4 ഉണ്ട്, പ്രൊഡക്റ്റ് ഇവിടെ കുറവായിരിക്കും. ഇനി ആ ഒരു സിറ്റുവേഷനിൽ പ്രഷർ നമ്മൾ റെഡ്യൂസ് ചെയ്യുക കേട്ടോ, പ്രഷർ നമ്മൾ കുറയ്ക്കുക. പ്രഷർ കുറയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ അല്ലേ, പ്രഷർ കുറയ്ക്കുമ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ്റെ എങ്ങനെയാണ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യും. പക്ഷേ ബാക്ക്വേർഡ് റിയാക്ഷൻ എങ്ങനെയാണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ അവിടെ കൂടുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കാര്യം, പ്രഷറും ഇക്വിലിബ്രിയം തമ്മിലുള്ള റിലേഷൻ. മനസ്സിലായല്ലോ. അപ്പം എത്ര അർത്ഥം ചെയ്യാം? പ്രഷർ കൂട്ടുക, ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂട്ടുക. അതിനുവേണ്ടി എന്താണ് സംഭവിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് അല്ലേ കുറവുള്ള സൈഡിലേക്കാണ് റിയാക്ഷൻ നടക്കുന്നത്, ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂടും. ഇനി പ്രഷർ കുറയ്ക്കുമ്പോൾ എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ കുറയ്ക്കുകയാണെങ്കിൽ, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ കൂട്ടും പ്രഷർ കുറയുമ്പോൾ. മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കേണ്ട പോയിന്റ്, പ്രഷറും ഇക്വിലിബ്രിയം. ഇനി ഇതാ നോക്കിയാൽ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടേ, നോക്കിയാൽ എന്താണെന്നുള്ളത് നോക്കാം. എന്താണ്? എക്സാമിൻ ദ ഫോളോയിങ് ഇക്വേഷൻ. ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് കേട്ടോ, H2 + I2 ഗീസ് 2HI. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിരിക്കും. എന്നിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. നോക്കാം. വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റൻസ് മോളിക്യൂൾ? റിയാക്റ്റൻ മോളിക്യൂൾസ് നമ്പർ എത്രയാണ്? ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ എത്രയാണ് വരുന്നത്? 2 ആണ് അല്ലേ. വാട്ട് ഇസ് ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ്? പ്രൊഡക്റ്റ് മോളിക്യൂൾസിന് എത്രയാണ്? 2 ആണ് ഇല്ലേ, അതും 2 ആണ്. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റൻ മോളിക്യൂൾസ് ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ്? അതായത് അഭികാരഭാവം ഉണ്ട്, ഉൽപ്പന്നം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ആകെ തന്മാത്രകളുടെ എണ്ണം തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? രണ്ടും ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈക്വൽ ആണെന്ന് പറയാം അല്ലേ, ഈക്വൽ. ഡസ് പ്രഷർ ഇൻഫ്ലുവൻസ് ദിസ് റിയാക്ഷൻ? ഇവിടെ തന്മാത്രകളുടെ എണ്ണം ഈക്വൽ ആയിട്ട് വന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? പ്രഷർ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, നോ എന്ന് പറയാം അല്ലേ. അവിടെ എന്താണ്? പ്രഷർ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? റിയാക്റ്റൻ്റ് സൈഡിലും പ്രൊഡക്റ്റിൻ്റെ സൈഡിലും
നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് ഈക്വൽ ആണ്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം റിയാക്റ്റൻ്റെ സൈഡിലും പ്രൊഡക്റ്റിൻ്റെ സൈഡിലും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഇത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ തന്നെയാണ് നമുക്ക് പറയാം ഇല്ലേ, പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നില്ല. അപ്പം ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ കേട്ടോ, ഓർക്ക് ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും പ്രൊഡക്റ്റിൻ്റെ സൈഡിലും നമ്പർ ഓഫ് മോൾസ് ഇൻ റിയാക്റ്റൻസ് അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഇൻ പ്രൊഡക്റ്റ് കേട്ടോ, അത് ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ, വ്യത്യാസമില്ലെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ്, ദർ ഈസ് നോ എഫക്റ്റ് ഓഫ് പ്രഷർ. അപ്പോൾ എന്ത് പറയാം, നോ എഫക്റ്റ് എന്ന് പറയാം അല്ലേ, നോ എഫക്റ്റ് ഓഫ് പ്രഷർ അല്ലേ, നോ എഫക്റ്റ് ഓഫ് പ്രഷർ. പ്രഷറിന് അവിടെ എങ്ങനെയാണ്, സ്വാധീനം ഉണ്ടാകുന്നില്ല. മനസ്സിലായല്ലോ? പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, ആ കാര്യം ദാ ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. നോക്കിക്കേ, ഇൻ റിവേഴ്സിബിൾ റിയാക്ഷൻ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. പ്രഷർ വിൽ ഹാവ് നോ എഫക്റ്റ് ഓൺ ദ കെമിക്കൽ ഇക്വിലിബ്രിയം. പ്രഷർ എങ്ങനെയാണ്, രാസപ്രവർത്തനത്തിൽ മർദ്ദത്തിന് സന്തുലനാവസ്ഥയിൽ യാതൊരുവിധ സ്വാധീനവും ഉണ്ടായിരിക്കുന്നില്ല. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഞാൻ ആറിന് ഇട്ടിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ റിയാക്റ്റൻസ് ആണ്, പി എൻ ഇട്ടിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഇൻ പ്രൊഡക്റ്റ് ആണ്. അത് രണ്ടും ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ അല്ലേ, നോ എഫക്റ്റ് അല്ലേ, നോ എഫക്റ്റ് ഓൺ എന്താണ്, നോ എഫക്റ്റ് ഓഫ് പ്രഷർ അല്ലേ, നോ എഫക്റ്റ് ഓഫ് പ്രഷർ എന്ന് നമുക്ക് പറയാം. പ്രഷറിന് അവിടെ എങ്ങനെയാണ്, എഫക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. മനസ്സിലായല്ലോ? ഇക്വിലിബ്രിയം കണ്ടീഷനിൽ. അപ്പോൾ ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് ദ ഇക്വിലിബ്രിയം. അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളതാണ് ടെമ്പറേച്ചർ ആൻഡ് ഇക്വിലിബ്രിയം അല്ലേ. മൂന്നാമത്തെ കേസാണ് കോൺസെൻട്രേഷൻ ആൻഡ് ഇക്വിലിബ്രിയം കണ്ടു, പ്രഷർ ആൻഡ് ഇക്വിലിബ്രിയം കണ്ടു. ഇനി അടുത്തതാണ് ടെമ്പറേച്ചർ ആൻഡ് ഇക്വിലിബ്രിയം. അപ്പോൾ ഞാൻ നോക്കുക, ടെമ്പറേച്ചറും ഇക്വിലിബ്രിയം. അപ്പോൾ ടെമ്പറേച്ചറും ഇക്വിലിബ്രിയം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്താണ്, ഹീറ്റ് റിലീസ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ ഹീറ്റ് അബ്സോർവ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന് നമ്മളൊരു പേര് പറയുമല്ലോ. എന്താണ് പറയുന്നത്, ഹീറ്റ് റിലീസ് ചെയ്യുവാണെങ്കിൽ അതിനെ എന്ത് പറയാം, ഹീറ്റ് അല്ലേ, ഹീറ്റ് എന്താണ് റിലീസ് ചെയ്യുന്നതിന് അല്ലേ, ഹീറ്റ് റിലീസ് ചെയ്യുന്നത് ഞാൻ എഴുതുക, റിലീസ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്, എക്സോതെർമിക് എന്ന് പറയും ഇല്ലേ, എക്സോതെർമിക് എന്ന് പറയും ഇല്ലേ. ഇനി ഹീറ്റ് എങ്ങനെയാണ് റിലീസ് ചെയ്യാൻ, മീൻസ് ലിബറേറ്റ് ചെയ്യാന്ന് പറയാം കേട്ടോ, ലിബറേറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്, എൻഡോതെർമിക് എന്ന് പറയും അല്ലേ, എൻഡോതെർമിക്. ഈ ഒരു ഐഡിയ ആദ്യമേ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഹീറ്റ് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുക കേട്ടോ. ലിബറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്, എക്സോതെർമിക് എന്നും, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്, എൻഡോതെർമിക് എന്നും പറയും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ഇക്വേഷൻ നോക്കിയേ, നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഉണ്ടാകുന്നുണ്ടല്ലേ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. ഇവിടെ നോക്കിയാൽ പ്ലസ് ഹീറ്റ് എന്നും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, അതായത് ഹീറ്റ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ, കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ്, ഹീറ്റ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫോർവേഡ് റിയാക്ഷൻ അല്ലേ, അതായത് ഇവിടെ എന്താണ്, റിയാക്റ്റൻസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ട് ഇല്ല, അതായത് ഇവിടെ വരുമ്പോൾ എന്താണ്, ഫോർവേഡ് റിയാക്ഷൻ ആണല്ലേ. ഫോർവേഡ് റിയാക്ഷൻ എന്താണ്, ഹീറ്റ് എന്ത് സംഭവിക്കുന്നുണ്ട്, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ഏതാ നമുക്ക് പറയാം, എക്സോതെർമിക് ആണ് അല്ലേ. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്, എക്സോതെർമിക് ആണ്. മനസ്സിലായല്ലോ? ഇനി ബാക്ക്വേർഡ് റിയാക്ഷൻ വരും, അതാ ഇവിടുന്ന് ഇല്ലേ. ബാക്ക്വേർഡ് റിയാക്ഷൻ വരുമ്പോൾ എന്താണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ കേസിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്, എൻഡോതെർമിക് എന്ന് പറയും. മനസ്സിലായല്ലോ പറഞ്ഞത്? ഫോർവേഡ് റിയാക്ഷനിൽ എന്താണ്, എക്സോതെർമിക് ആണ്, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എൻഡോതെർമിക് ആണ്, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ? ഇവിടുത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, വിച്ച് ഈസ് ഇൻ ദ എൻഡോതെർമിക് റിയാക്ഷൻ. ഇവിടെ ഏതാണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഏതാണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് അല്ലേ, അതായത് ഏതാണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണല്ലേ. ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ഇവിടുത്തെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്ക്വേർഡ് റിയാക്ഷൻ ഏതാണ് വരുന്നത്, ഇതല്ലേ, അതായത് 2NH3 ഇല്ലേ പ്ലസ് ഹീറ്റ് ഇല്ലേ, ഇതാണ് നമ്മുടെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഹീറ്റിനെ എന്താണ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്, എൻഡോതെർമിക് എന്ന് പറയും അല്ലേ, എൻഡോതെർമിക്. അപ്പം ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ എന്താണ്, പശ്ചാത് പ്രവർത്തനം എന്താണ്, എൻഡോതെർമിക് റിയാക്ഷൻ ആണ് ഇവിടെ. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ടെമ്പറേച്ചറിലേക്ക് വരുവാണ്. അപ്പം ഹീറ്റ് എന്ന് പറഞ്ഞല്ലോ, അതായത് ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുവാണ്. ടെമ്പറേച്ചർ കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഹീറ്റ് അല്ലേ, ഹീറ്റ് അവിടെ കൊടുക്കുവാണ് അല്ലേ. ഹീറ്റ് കൊടുക്കുമ്പോൾ അല്ലേ, ഹീറ്റ് കൊടുക്കുമ്പോൾ അത് ഏത് റിയാക്ഷനായിട്ടാണ് വരുന്നത്, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമല്ലേ.
അബ്സോർവ് ചെയ്യുമ്പോൾ അത് ഏത് റിയാക്ഷനായിട്ടാണ് വരുന്നത്? എൻഡോതെർമിക് അല്ലേ, എൻഡോതെർമിക് റിയാക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ്, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? എൻഡോതെർമിക് റിയാക്ഷൻ, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലേ. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും എങ്ങനെയാണ്? കൂടുവല്ലേ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഷോർട്ടായിട്ട് ഇങ്ങോട്ട് പറയുവാണ് കേട്ടോ. ഹീറ്റ് നമ്മൾ കൊടുത്തു, അതായത് ഹീറ്റിനെ അബ്സോർവ് ചെയ്തു, ടെമ്പറേച്ചർ കൊടുത്തു അല്ലേ. ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ എന്താണ്? അവിടെ ഹീറ്റിൻ്റെ അബ്സോർഷനാണ് നടക്കുന്നത്, അതായത് എൻഡോതെർമിക് റിയാക്ഷനാണ് നടക്കുന്നത്. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ്? ബാക്ക്വേർഡ് റിയാക്ഷനാണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നുണ്ട്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടണം എന്ന് വിചാരിച്ചു. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ നോക്കിയേ, ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഹീറ്റ് അവിടെ ലിബറേറ്റ് ചെയ്യണം, ശരിയല്ലേ? ഹീറ്റ് ലിബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടെമ്പറേച്ചർ നമ്മളവിടെ കുറയ്ക്കണം അല്ലേ. ടെമ്പറേച്ചർ കുറയ്ക്കണം. ഹീറ്റ് ലിബറേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ അവിടെ കുറയ്ക്കുക അല്ലേ. അപ്പം ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ നമുക്കറിയാം എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഇല്ലേ. എക്സോതെർമിക് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അതായത് ഫോർവേഡ് ഇല്ലേ, ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്നതിനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ? ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് അവിടെ എന്താണ്? കുറയ്ക്കുകയാണ് വേണ്ടത്. മനസ്സിലാവുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് നല്ലോണം കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? ടെമ്പറേച്ചർ നമ്മൾ നല്ലോണം കുറയ്ക്കേണ്ടി വരും. പക്ഷെ ഒരു പരിധി വരെയുള്ള നമുക്ക് ഈ ടെമ്പറേച്ചർ കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒരുപാട് ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇവിടെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, മൂവ്മെൻറ്റ് നടക്കണമല്ലോ, മൂവ്മെൻറ്റ് റേറ്റ് അവിടെ കുറഞ്ഞു പോകും. അപ്പോൾ എന്താണ്, അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരാനുള്ള സാധ്യത അവിടെ കുറയുകയാണ് ചെയ്യുന്നത്, പിന്നെയും കുറയും. ടെമ്പറേച്ചർ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ കുറച്ച് കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഒരു മിനിമം ടെമ്പറേച്ചർ കേട്ടോ, ഒരു മിനിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ അമോണിയ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. ആ മിനിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് 450 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. 450 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ കുറച്ചുകൊണ്ടാണ് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടണം, എങ്കിലല്ലേ അമോണിയ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അമോണിയ ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടണമെങ്കിൽ എന്താണ്? ടെമ്പറേച്ചർ കുറയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ടെമ്പറേച്ചർ നമ്മൾ ഒരുപാട് കുറയ്ക്കാൻ പറ്റൂല. ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് അവിടെ നടക്കുമോ? ഇല്ലേ. അത് അധികം സ്പീഡിൽ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായാൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് കൈവരിക്കുന്നത് വളരെ സ്ലോവിലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ എന്താണ് കുറയ്ക്കാനും സാധിക്കുന്നില്ല. അപ്പം വ്യവസായമായിട്ട് അമോണിയ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു 450 ഡിഗ്രി സെൽഷ്യസ് അത്രയും കുറയ്ക്കണം, അതേ കുറയ്ക്കാൻ പറ്റിയല്ല. മനസ്സിലാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ഒരു ടെമ്പറേച്ചറിന് നമ്മളൊരു പേര് പറയും. അമോണിയ വ്യവസായികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ടെമ്പറേച്ചറാണ് 450 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ടെമ്പറേച്ചറിന് നമ്മൾ പറയുന്ന പേരാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയും കേട്ടോ. ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഒപ്റ്റിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് അനുകൂല താപനില എന്നൊക്കെ പറയും കേട്ടോ. ഈ ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? NH3 അമോണിയ വ്യാവസായികമായിട്ട് ഉണ്ടാക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ എന്താണ്, താപനില കൂടിക്കഴിഞ്ഞാൽ അല്ലേ, പ്രശ്നം എന്താണ്? ടെമ്പറേച്ചറും ഇക്വിലിബ്രിയം തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത് കേട്ടോ. താപനില കൂടിക്കഴിഞ്ഞാൽ എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ. ഇതാണ് പോയിന്റ് കേട്ടോ. എൻഡോതെർമിക് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ കൂടും കേട്ടോ. എൻഡോതെർമിക് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ കൂടും. മനസ്സിലായല്ലോ പറഞ്ഞത്? അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. താപനില കുറച്ചാൽ മാത്രമേ ഉള്ളൂ എക്സോതെർമിക് റിയാക്ഷൻ്റെ റേറ്റ് കൂടത്തുള്ളൂ. അതായത് നമുക്ക് അവിടെ പ്രൊഡക്റ്റ് ഉണ്ടാവത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ താപനില കുറയ്ക്കാൻ, അമോണിയ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ താപനില വരെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് ഇക്വിലിബ്രിയം. അതായത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കുമ്പോൾ എന്താണ്, താപനില കൂട്ടിക്കഴിഞ്ഞാൽ കേട്ടോ, താപനില കൂട്ടിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ അതായത് എൻഡോതെർമിക് റിയാക്ഷൻ്റെ നിരക്ക് കൂടുന്നു. താപനില കുറച്ചാലാണ് എക്സോതെർമിക് റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നത്. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ. അതിൻ്റെ റേറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? ടെമ്പറേച്ചർ അവിടെ കുറച്ചിരിക്കണം. മനസ്സിലായോ? ഈ ഇത്രയും എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ സെൻറ്റൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. നോക്കാം. On increasing the temperature, the system tries to reduce it by increasing the rate of endothermic reaction. അല്ലേ, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? സിസ്റ്റം അല്ലേ, സിസ്റ്റം എന്താണ് സംഭവിക്കുന്നത്? അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ, എൻഡോതെർമിക് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ കൂട്ടും അല്ലേ. അതിൻ്റെ ഫലമായിട്ട് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ് അല്ലേ. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞത് ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ, ഇതാണ് കേട്ടോ പോയിന്റ്. ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ എന്നാണ് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്.
അല്ലേ? അല്ലെങ്കിൽ ഇവിടെ പറയാം ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ, അതിൻ്റെ ഫലമായിട്ട് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഞാൻ ഈ എഴുതിയിരിക്കുന്ന കാര്യം ഇത് കണ്ടില്ലേ, ഈ കാര്യമാണ് കേട്ടോ ഈ സെൻറ്റൻസിൽ വരുന്നത്. സോ ടെമ്പറേച്ചർ ഹാസ് ടു ബി റെഡ്യൂസ്ഡ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. അപ്പം ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യണം, ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യണം. ബട്ട് അറ്റ് ലോ ടെമ്പറേച്ചർ the number of molecules having threshold energy will be less. ലോ ടെമ്പറേച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്, ത്രഷോൾഡ് എനർജി അല്ലേ, മിനിമം അത് മൂവ് ചെയ്യാനുള്ള എനർജി അല്ലേ ത്രഷോൾഡ് എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത്, മിനിമം എനർജി, അപ്പോൾ അത് കുറവായിരിക്കും. അതുകൊണ്ട് റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഗെറ്റ് സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ്ഡ് ആൻഡ് ഹെൻസ് ദ സിസ്റ്റം വിൽ ടേക്ക് മോർ ടൈം ടു അറ്റൈൻ ഇക്വിലിബ്രിയം. ഇല്ലേ, അപ്പോൾ എന്താണ്, ബാക്ക്വേർഡ് റിയാക്ഷനും ഫോർവേഡ് റിയാക്ഷനും നിരക്ക് വളരെ കുറഞ്ഞു പോകും. അതുകൊണ്ട് എന്താണ്, ഇക്വിലിബ്രിയം വരാൻ വേണ്ടി സമയമെടുക്കും. So the manufacture of ammonia 450 degrees Celsius is taken as the optimum temperature. അപ്പോൾ അതുകൊണ്ട് അമോണിയയുടെ നിർമ്മാണത്തിനായിട്ട് ഒപ്റ്റിമം ടെമ്പറേച്ചർ 450 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ എടുക്കണം. അതിൽ കുറച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരാനുള്ള താമസം എടുക്കും. അതുകൊണ്ട് മിനിമം ടെമ്പറേച്ചർ എടുക്കേണ്ടത് എത്രയാണ്, 450 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. എന്തിൻ്റെ കേസിൽ, അമോണിയയുടെ കേസിൽ. മനസ്സിലാവുന്നുള്ള പറഞ്ഞു. അപ്പം ഈ അമോണിയയുടെ കേസിൽ നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാണ് കേട്ടോ. അപ്പം ടെമ്പറേച്ചറും ഇക്വിലിബ്രിയം തമ്മിലുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും, ദാ നോക്കിയേ, ഇന്ന സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയത്തിലായിരിക്കണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ്റെ റേറ്റ് കൂടും അല്ലേ. ഇനി ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ എന്താണ്, എക്സോതെർമിക്, ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ എക്സോതെർമിക് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ബാക്ക്വേർഡ് റിയാക്ഷനാണ്, അത് കൂടും. എക്സോതെർമിക് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോർവേഡ് റിയാക്ഷനാണ് ഇല്ലേ. അപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താണ്, ടെമ്പറേച്ചർ നമ്മളിവിടെ കുറച്ചിരിക്കണം. മനസ്സിലായല്ലോ പറഞ്ഞത്. ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് ഇക്വിലിബ്രിയം. അപ്പം ഈ പോയിന്റ്, ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് കേട്ടോ, ഇതാണ് സംഭവം. പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞത്. അപ്പോൾ ഇതാണ് പോയിന്റ്, മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണല്ലോ. നമ്മൾ 3 കാര്യം കണ്ടു, ഇക്വിലിബ്രിയമായിട്ട് റിലേറ്റ് ചെയ്ത കോൺസെൻട്രേഷൻ്റെ കാര്യം കണ്ടു, പ്രഷറിൻ്റെ കാര്യം കണ്ടു, അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ കാര്യം കണ്ടു. ഇത് 3ഉം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കാറ്റലിസ്റ്റ് ആൻഡ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിന് അടുത്ത് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ് കാറ്റലിസ്റ്റും ഇക്വിലിബ്രിയം. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉൽപ്രേരകം ഇല്ലേ, മലയാളത്തിൽ എന്താണ് പറയുന്നത്, ഉൽപ്രേരകം. ഉൽപ്രേരകം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, റിയാക്ഷൻ ഇല്ലേ, റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി, കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, ഉൽപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ. അത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കാറ്റലിസ്റ്റ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കേട്ടോ ഇത്. കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇല്ലേ. റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ നിരക്ക് കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നല്ലോ. അപ്പോൾ ഈ കാറ്റലിസ്റ്റ് നമ്മളൊരു റിവേഴ്സിബിൾ റിയാക്ഷനിലേക്ക് ആഡ് ചെയ്യുവാണ്. റിവേഴ്സിബിൾ റിയാക്ഷൻ, ഇപ്പോൾ അമോണിയയുടെ കേസ് നമുക്ക് എടുക്കാം. അപ്പോൾ ആ റിവേഴ്സിബിൾ റിയാക്ഷനിലേക്ക് നമ്മളൊരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുക. കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, റിയാക്ഷൻ്റെ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എങ്ങനെയാണ്, ഫോർവേഡ് നടക്കുന്നുണ്ട് ഇല്ലേ, ഫോർവേഡും ഉണ്ട് ബാക്ക്വേർഡും ഉണ്ട് ഇല്ലേ. ഫോർവേഡ് റിയാക്ഷനും ഉണ്ട് ബാക്ക്വേർഡ് റിയാക്ഷനുമാണ് റിവേഴ്സിബിൾ റിയാക്ഷനിൽ നടക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താണ്, കാറ്റലിസ്റ്റ് ആഡ് ചെയ്തു. കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താണ്, ഈ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും കൂടും, അത് അതേസമയം അതേ നിരക്കിൽ തന്നെ എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും അവിടെ കൂടും. അപ്പോൾ എന്താണ്, അത് പെട്ടെന്ന് തന്നെ എന്താണ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചേരും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചേരും. അതായത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ നമ്മളൊരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് ഒരേ വേഗത്തിലാണ്, ഒരേ നിരക്കിലാണ് വർദ്ധിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്താണ്, ആ സിസ്റ്റം എന്താണ് പെട്ടെന്ന് തന്നെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരും. മനസ്സിലായല്ലോ. ഇനി അപ്പോൾ ഇങ്ങനെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വന്നു ഇല്ലേ, ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് പിന്നെ നമ്മൾ എന്താണ് കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ, ഒന്നും ഉണ്ടാവുന്നില്ല. ഓൾറെഡി നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പം ഈ രണ്ടിൻ്റെയും ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും റേറ്റ് ഒരേപോലെ കൂടി, അതിൻ്റെ ഫലമായിട്ട് വേഗം അത് ഇക്വിലിബ്രിയത്തിലേക്ക് വന്നു. പിന്നെ നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്തു, എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ, ഒരു മാറ്റം ഉണ്ടാകില്ല ഇല്ലേ. അത് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇല്ലേ, പെട്ടെന്ന് തന്നെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തി. പിന്നെ നമ്മൾ കാറ്റലിസ്റ്റിലേക്ക് ആഡ് ചെയ്താൽ എന്താണ് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകില്ല. കാറ്റലിസ്റ്റ് എന്തിനു വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്, റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയാണ്. മനസ്സിലായല്ലോ പറഞ്ഞത്. ഇതാ നോക്കിയോ കേട്ടോ. ഇനി റിവേഴ്സിബിൾ റിയാക്ഷൻ.
Catalyst increases the rate of both forward and backward reaction to the same extent. As a result, the system reaches equilibrium very fast. അത് ചോദിക്കാം കേട്ടോ, എന്തിനു വേണ്ടിയാണ് ഇക്വിലിബ്രിയം റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നത്? ഫോർവേഡ് റിയാക്ഷനെയും ബാക്ക്വേർഡ് റിയാക്ഷനെയും റേറ്റ് ഇൻക്രീസ് ചെയ്യാനാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? പെട്ടെന്ന് തന്നെ അല്ലേ, പെട്ടെന്ന് തന്നെ വെരി ഫാസ്റ്റ് ആയിട്ട് തന്നെ സ്റ്റേറ്റ് എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചേരും. ഇനി what happens to the rate of reaction of system at equilibrium when a catalyst added? അതായത് സന്തുലനാവസ്ഥയിൽ എത്തി, അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇല്ല ഇല്ല, നമുക്ക് എന്ത് പറയാം? നോ ചേഞ്ച് എന്ന് പറയാം. ഇല്ല, ഒരു മാറ്റം ഉണ്ടാകില്ല, നോ ചേഞ്ച് എന്ന് പറയാം. ഇനി വാട്ട് ഇസ് എ കാറ്റലിസ്റ്റ് യൂസ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ? അമോണിയയുടെ മാനുഫാക്ചർ ഇല്ല, അമോണിയയുടെ മാനുഫാക്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രധാനമായിട്ട് അയൺ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ, അയൺ ആണ് കേട്ടോ, പൗഡേർഡ് ഫോമിലുള്ള അയൺ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അയൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ റേറ്റ് കൂട്ടുന്നത്. മനസ്സിലായല്ലോ? ഇനി ദ മാനുഫാക്ചർ ഓഫ് അമോണിയ ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. നമുക്കറിയാം. വിച്ച് കണ്ടീഷൻസ് ആർ ഫേവറബിൾ ടു ഒബ്റ്റെയിൻ മോർ പ്രൊഡക്റ്റ്? അതായത് അമോണിയയുടെ നിർമ്മാണം നമുക്കറിയാം എന്താണ്, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് നമുക്കറിയാം. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് അല്ലേ നല്ല രീതിയിൽ മോർ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ കണ്ടീഷൻസ് അവിടെ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ വേണം? കൂടുതൽ റേറ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്താണ്, പെട്ടെന്ന് നടക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറയാം അല്ലേ, പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം പെട്ടെന്ന് നടക്കാൻ. അതുപോലെ തന്നെ ഏതാണ്, ടെമ്പറേച്ചർ ഇല്ലേ, ഒപ്റ്റിമം ടെമ്പറേച്ചർ ഇല്ലേ, നമ്മളിവിടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ ആഡ് ചെയ്യണം. ആഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയാം. ആഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഒപ്റ്റിമം ടെമ്പറേച്ചറിലേക്ക് അത് അറ്റൈൻ ചെയ്ത് വെക്കണം. പിന്നെന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്പർ ഓഫ് മോൾസ് ഇല്ലേ, അതായത് നൈട്രജൻ്റെ ഇല്ലേ, കൂടുതൽ നൈട്രജനും ഹൈഡ്രജനും ആഡ് ചെയ്താൽ കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടുകയല്ലേ. കൂടുതൽ പ്രൊഡക്റ്റ്, മോർ പ്രൊഡക്റ്റ് എന്നല്ല ചോദിച്ചത്. അപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ആഡ് എന്താണ്, ആഡ് മോർ N2 ആൻഡ് H2 ഇല്ലേ, N2 H2 കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യുക. പിന്നെ അടുത്തത് വേറെ പോയിന്റ് എന്ന് പറയാം, പ്രഷർ ഇല്ലേ, ഹൈ പ്രഷർ നമുക്ക് പറയാമല്ലോ. ഹൈ പ്രഷർ എന്ന് പറയാം അല്ലേ, പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്യാന്ന് പറയാം. നമ്മൾ കണ്ടല്ലേ, പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂടും. അതനുസരിച്ചിട്ട് എന്താണ്, അമോണിയ കൂടുതലായിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ, ഇത്രയൊക്കെ കണ്ടീഷൻസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അമോണിയ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്? അപ്പം നമ്പർ ഓഫ് മോൾസ് ഇവിടെ വന്നു ഇല്ലേ, ആഡും മോർ N2 H2 എന്ന് നമ്പർ ഓഫ് മോൾസ് കൂട്ടി, അതായത് കോൺസെൻട്രേഷൻ കൂട്ടി ഇല്ല, 3 കാര്യങ്ങൾ വന്നില്ലേ, കോൺസെൻട്രേഷൻ കൂട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ്, പ്രഷർ കൂട്ടി ഇല്ലേ, ഹൈ പ്രഷർ ഇല്ലേ, പ്രഷർ കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും, അമോണിയ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇല്ല, ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഈ 3 കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇല്ലേ. അപ്പം ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, നമുക്ക് കൂടുതൽ എന്താണ് അമോണിയോടെ കിട്ടും. അതുപോലെ തന്നെ രാസപ്രവർത്തനത്തിന് റേറ്റ് കൂട്ടാൻ വേണ്ടി അതിലേക്ക് നമ്മൾ എന്തും ആഡ് ചെയ്യുന്നുണ്ട്, കാറ്റലിസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. മനസ്സിലായല്ലോ? അപ്പം ദാറ്റ് ഈസ് എ കാറ്റലിസ്റ്റ് ആൻഡ് ഇക്വിലിബ്രിയം, അതായത് സന്തുലനാവസ്ഥയും ഉൽപ്രേരകവും. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വന്നത് കേട്ടോ. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തുന്നു. എന്താണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്? സന്തുലനാവസ്ഥ, അതായത് റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ്, എല്ലാ കണ്ടീഷൻസും ഒത്തുചേർന്നത് സന്തുലനാവസ്ഥയിൽ എത്തുന്നുണ്ട് ഇല്ലേ. ഇനി ഇക്വിലിബ്രിയത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? കോൺസെൻട്രേഷൻ കണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രഷറിന് അല്ലേ, പ്രഷറിന്റെ കേസ് നമ്മൾ കണ്ടു. പ്രഷർ കൂട്ടുവാണെന്നുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ അല്ലേ റേറ്റ് കൂടും, പ്രൊഡക്റ്റും കൂടുന്നുമുണ്ട്. ടെമ്പറേച്ചറും നമ്മൾ കണ്ടു ഇല്ലേ, ടെമ്പറേച്ചർ കണ്ടു. ഇവിടെ എങ്ങനെയാണ്, ടെമ്പറേച്ചർ കുറയ്ക്കുക അല്ലേ, ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ എക്സോതെർമിക് റിയാക്ഷൻ റേറ്റ് കൂടും ഇല്ലേ, അതായത് ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂടും, അപ്പോൾ പ്രൊഡക്റ്റ് നമുക്ക് കൂടുതൽ കിട്ടും. പിന്നെ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസും വന്നു കഴിയുമ്പോൾ എന്നാണ് അവിടെ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം ദാറ്റ് ഈസ് എ ഇക്വിലിബ്രിയം. അപ്പോൾ ഇക്വിലിബ്രിയമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓർത്തിരിക്കുക കേട്ടോ. ലേ ഷാർലിയർ പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിരിക്കണം. പിന്നെ എന്താണ് പറഞ്ഞത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം ഇല്ലേ, അത് പഠിക്കാനുണ്ട്. പിന്നെ ഓരോന്നിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്, കോൺസെൻട്രേഷൻ ഇല്ലേ, കോൺസെൻട്രേഷൻ എങ്ങനെയാണ്, കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിയുമ്പോൾ ഇല്ലേ, പറഞ്ഞില്ലേ, കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഫോർവേഡ് റിയാക്ഷനെയും ബാക്ക്വേർഡ് റിയാക്ഷനെയും റേറ്റിന് എങ്ങനെയാണ് വ്യത്യാസം വരുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ പ്രഷറിൻ്റെ കേസും പറഞ്ഞു, അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ കേസും, പിന്നെ ഓൾസോ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്.
അപ്പോൾ ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് പഠിക്കുക. ഹെഡിങ് എഴുതുക, അതിലെ മെയിൻ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നും. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് പഠിക്കും. എന്നിട്ട് അതിനെ നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് എഴുതി വെച്ചാൽ മതി. എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചാണ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്